നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് അറിയാം, നിഫ്റ്റി നല്ലൊരു കറക്ഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈമിലേക്ക് മോശമില്ലാത്തൊരു റിട്ടേൺ ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏതാനും നിഫ്റ്റി 50-ലെ ലാർജ് ക്യാപ് കമ്പനികളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരിക്കലും സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ടോട്ടലായിട്ടുള്ള അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്റ്റോക്കാണ് ഹിൻഡൽകോ. ഹിൻഡൽകോയുടെ നമ്മൾ ടെക്നിക്കലി നമ്മൾ നോക്കുവാണെങ്കിൽ സ്റ്റോക്ക് ട്രെൻഡ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഒരു മന്ത്ലി ടൈം ഫ്രെയിമിൽ, വലിയൊരു ടൈം ഫ്രെയിമിൽ നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണ്. ഏകദേശം 4-5 വർഷത്തെ ട്രെൻഡ് ലൈനാണ് വരയ്ക്കുന്നത്. നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ആ ഒരു ട്രെൻഡ് ലൈനിൽ ഇപ്പോൾ സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ സപ്പോർട്ട് എടുക്കുന്നില്ല, ബട്ട് സപ്പോർട്ട് റീജിയനിലേക്ക് വന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു നല്ലൊരു എൻട്രിയാണ്. നമ്മൾ ഇതുവരെ ഹിൻഡൽകോയിൽ നമ്മൾ എൻട്രി കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് എൻട്രി കൺസിഡർ ചെയ്യാം. ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളവരാണെങ്കിലും ഈ ഒരു പോയിന്റ് നല്ലൊരു വാലുവേഷനിലാണ് ഹിൻഡൽകോ കിട്ടുന്നത്. ഇനി അതല്ല, ഇത് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഇപ്പം ഈ ഒരു ഹൈ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 25-30% റിട്ടേൺ നമുക്കൊരു ഷോർട്ട് ടൈമിലാണെങ്കിൽ നമുക്ക് ഈ ഒരു റീജൻ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ മോശമില്ലാതെ നല്ലൊരു റിട്ടേൺ കിട്ടാൻ സാധ്യതകളുള്ള ഒരു കമ്പനിയാണ് ഹിൻഡൽകോ. അപ്പം നിഫ്റ്റി 50-ലെ കമ്പനിയാണ്, ലാർജ് ക്യാപ് കമ്പനിയാണ്. ടെക്നിക്കലി നമുക്ക് നമ്മുടെ ട്രെൻഡ് ലൈൻ്റെ ആ ഒരു റീജിയനിലേക്ക് വന്നിട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതല്ല, ഇനി താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള സോണുകളിൽ നമുക്ക് വീണ്ടും സെക്കൻഡ് തേർഡ് എൻട്രി എടുത്ത് ആവറേജ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാം. ഓക്കെ, SL ഇടാത്തവരാണെങ്കിൽ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ഫണ്ടമെൻറ്റൽസും കൂടെ നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഹിൻഡൽകോയുടെ ഫണ്ടമെൻറ്റൽസിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, ലാർജ് ക്യാപ് കമ്പനിയാണ്. റിസ്ക് പൊതുവേ ഹൈ റിസ്ക് അല്ല, കാരണം ലാർജ് ക്യാപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ മെറ്റൽസിൽ അലുമിനിയം എന്ന മെറ്റൽസിൻ്റെ സെക്ടറിലുള്ള കമ്പനിയാണ്. അലുമിനിയം മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഹിൻഡൽകോ. അപ്പോൾ നമുക്കിവിടെ മാക്സിമം റിട്ടേൺ നമുക്ക് 107% നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് 5 ഇയർ റിട്ടേൺ നമുക്ക് അതിമനോഹരമായ 171, 1 ഇയർ റിട്ടേൺ നമുക്ക് മോശമില്ലാത്ത റിട്ടേൺ നമുക്ക് തന്നിരുന്നു. ബട്ട് അവിടെ നിന്ന് നല്ലൊരു ഡിപ്പിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇപ്പം നിലവിൽ കറൻറ്റ്ലി ഒരു റിട്ടേൺ നമുക്ക് ഹിൻഡൽകോ തരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രോഫിറ്റബിലിറ്റി ഇവിടെ കാണാൻ സാധിക്കും. നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ഉണ്ട്. എൻട്രി പോയിൻറ്റ് ഗുഡാണ്. റെഡ് ഫ്ലാഗും കാര്യങ്ങളൊന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ബാക്കി പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇച്ചിരി മോശമാണ്. ബാക്കി സെക്ടർ ഡിവിഡൻഡ് യീൽഡിനേക്കാളും കുറച്ച് ഡിവിഡൻഡ് യീൽഡ് കുറവാണ്, എങ്കിലും ഡിവിഡൻഡ് യീൽഡ് തരുന്നുണ്ട്. സെക്ടർ പിന്നേക്കാളും വാലുവേഷനിൽ കിട്ടുന്നു. സെക്ടർ പി വെരി പോസിറ്റീവ് പോയിൻ്റാണ്. സെക്ടർ PB-നേക്കാളും PB റേഷ്യോയും കുറവാണ്. നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമുക്ക് ഈ ഫോർകാസ്റ്റ്, ടിക്കർ ടൈപ്പിൻ്റെ അനലിസ്റ്റ് ഫോർകാസ്റ്റ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ഫൈനാൻഷ്യൽ ട്രെൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ റവന്യൂ നമുക്ക് കൂടി പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. 2023-24 പോയി കഴിയുമ്പോഴത്തേനും റവന്യൂ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. ബട്ട് നമുക്കിനി അടുത്ത ഫോർകാസ്റ്റും കൂടെ നോക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രോഫിറ്റ് കൂടി 21-22 റവന്യൂ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. 22-23 പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്. 23-24 നമുക്ക് ഏകദേശം റവന്യൂ പ്രോഫിറ്റ് എല്ലാം ഏകദേശം ഈക്വൽ ആണ്. ഒത്തിരി കുറവും കൂടുതലൊന്നും വന്നിട്ടില്ല. ഇതെല്ലാം ലക്ഷത്തിലാണ് കണക്കുകൾ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽഡ് ഹോൾഡിങ്സിലേക്ക് പോകുകയാണെങ്കിൽ അതിമനോഹരമായിട്ടുള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലുണ്ട്, ഡൊമസ്റ്റിക്കിൻ്റെ കയ്യിലുണ്ട്, മ്യൂച്വൽ ഫണ്ടിൻ്റെ കയ്യിലുണ്ട്, പ്രൊമോട്ടറിൻ്റെ കയ്യിലുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹോൾഡിംഗ് പാറ്റേൺ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഇനി നമുക്ക് ഫോർകാസ്റ്റിലേക്ക് പോകുകയാണെങ്കിൽ ടിക്കർ ടൈപ്പിൻ്റെ അനലിസ്റ്റിൻ്റെ ഏകദേശം 24 അനലിസ്റ്റാണ് ഒരു ഫോർകാസ്റ്റ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അവരുടെ അനുസരിച്ച് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് ഏകദേശം ഒരു 760 വരെയൊക്കെ ഒരു മീഡിയത്തിൽ റേഞ്ചിൽ പോകാനുള്ള സാധ്യതകളുണ്ട്. ഒരുപക്ഷെ താഴോട്ട് വരാം, ഒരുപക്ഷെ മുകളിലേക്ക് പോകാം. എങ്കിലും ഒരു മീഡിയം റേഞ്ചിലാണെങ്കിലും 30% മുകളിലേക്കൊരു റിട്ടേൺ ഇവിടെ റിട്ടേൺ പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. റവന്യൂ നമുക്ക് ഒരു 25 വരുമ്പോഴത്തേന് റവന്യൂ നമുക്കൊരു മീഡിയം റവന്യൂ, ചെറിയൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള റവന്യൂ ഗ്രോത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും എന്നാണ് ഇതിൻ്റെ അത് കാണാൻ സാധിക്കുന്നത്. ഇനി ഏണിങ്സിലേക്ക് വരുമ്പം അതിമനോഹരമായിട്ടുള്ളൊരു ഏണിങ്സ് ഗ്രോത്ത്, അത് ഏറ്റവും കുറഞ്ഞ ഏണിങ്സ് ഗ്രോത്ത് 11% കഴിഞ്ഞ വർഷത്തേക്കാളും. അതല്ല, അതിലും മുകളിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് EPS നമുക്ക് 43, 65 ഓൾ ടൈം ഹൈ റവന്യൂ ഗ്രോത്ത് കിട്ടാനും സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യലി സ്ട്രോങ് ആണ് കമ്പനി. നമുക്ക് ഹിൻഡൽകോയിൽ ലോങ് ടൈമിലാണെങ്കിലും ഷോർട്ട് ടൈമിലാണെങ്കിലും എൻട്രി എടുത്ത് മുമ്പോട്ട് പോകാം. ഫസ്റ്റ് എൻട്രി, സെക്കൻഡ് ആവറേജിങ് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും പ്രസൻറ്റ് സിറ്റുവേഷനിൽ. റെക്കമെൻഡേഷൻ അല്ല, കാര്യങ്ങൾ പറഞ്ഞു തന്നുള്ളൂ. നമ്മളങ്ങനെ രണ്ടാമത്തെ സ്റ്റോക്കിലേക്ക് വന്നിട്ടുണ്ട്. ലാർസൻ ആൻഡ് ടർബോ ആണ്. ലാർജ് ക്യാപ് കമ്പനിയാണ്, നിഫ്റ്റി 50-ലെ കമ്പനിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് വലിയ ട്രെൻഡ് ലൈൻ നമ്മൾ മന്ത്ലി വ്യൂവിൽ നമ്മൾ ഡ്രോ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഈ ഒരു റീജിയനിലാണ് നമുക്ക് ട്രെൻഡ് ലൈൻ കിട്ടുന്നത്. ഈ ഒരു ട്രെൻഡ് ലൈനുമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടോ ഇപ്പോഴത്തെ പ്രൈസ് പോയിന്റിൽ? ഒരുപാട് താഴെ വരേണ്ടതായിട്ടുണ്ട് ഇനി ആ ഒരു പ്രൈസ് റീജിയനിലേക്ക് വരണമെങ്കിൽ. അപ്പോൾ ഒന്നുകിൽ ആ റീജിയനിലേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതല്ല എങ്കിൽ നമുക്ക് ഇവിടെ ഒരു വീക്ക്ലി ചാർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നല്ലൊരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു റീജിയൻ നല്ലൊരു എൻട്രി റീജിയൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഒരു റീജിയനിൽ അപ്പം ഈ ഒരു റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു കൺസോൾട്ടേഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പം കമ്പനി നല്ല റിസൾട്ട് പ്രോഫിറ്റൊക്കെ നമ്മൾ മുമ്പോട്ട് ഷോ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് തന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള റാലി കിട്ടാൻ സാധ്യതകളുണ്ട്. ഇവിടെ ഒരു കൺസോൾട്ടേഷൻ, അതിമനോഹരമായിട്ടുള്ള റാലി, വീണ്ടും കൺസോൾട്ടേഷൻ, അതിമനോഹരമായിട്ടുള്ള റാലി കിട്ടാൻ സാധ്യതകളുണ്ട്. അതല്ല, താഴോട്ട് പോരുകയാണെങ്കിൽ ഈ ഒരു റീജിയനിൽ വന്ന് സപ്പോർട്ട് എടുക്കാനും സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ എമൗണ്ട് ഈ ഒരു
പർട്ടിക്കുലർ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ കുറേശ്ശെയായിട്ട് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇത് നല്ലൊരു റിട്ടേൺ തരാൻ സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ലോങ് ടൈമിലേക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു റീജിയൻ നല്ലൊരു റീജിയനാണ്. 3300 റീജിയൻ, 3300-350 റീജിയൻ, 400 റീജിയൻ ഓക്കെ കൺസിഡറബിൾ ആണ്. നമുക്ക് നല്ലൊരു റിട്ടേൺ തരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഫണ്ടമെൻറ്റൽസ് ഒന്ന് പോയി നോക്കാം. എൽ&ടിയുടെ ഫണ്ടമെൻറ്റൽസിലേക്ക് നമുക്ക് നോക്കാം. ഇൻഡസ്ട്രിയലാണ്, ഇൻഡസ്ട്രിയൽ കൺസ്ട്രക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് സെക്ഷനാണ്. ഇൻഡസ്ട്രിയൽ കൺസ്ട്രക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ്. നമുക്കിതിൻ്റെ റിട്ടേൺ ഒന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 1 ഇയർ റിട്ടേൺ നമുക്ക് റിട്ടേൺ ഒന്നും തന്നിട്ടില്ല. ക്ലിയർ ആയിട്ട് കൺസോൾട്ടേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് താഴോട്ട് പോകുന്ന സമയത്തും ക്ലിയർ കൺസോൾട്ടേഷനിൽ അവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ നോക്കുന്നുണ്ട്. കാരണം സ്റ്റോക്ക് പോസിറ്റീവാണ്. മാക്സിമം അതിമനോഹരമായിട്ടുള്ള മൾട്ടിബാഗ് റിട്ടേൺ തന്നിട്ടുണ്ട്. 5 ഇയറിലാണെങ്കിൽ നമുക്ക് 164% മോശമില്ലാത്ത നല്ല റിട്ടേൺ തന്നിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് പ്രോഫിറ്റബിലിറ്റി, ഗുഡ് എൻട്രി പോയിൻറ്റ്, റെഡ് ഫ്ലാഗ് കുറവ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ 3 കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പോസിറ്റീവാണ്. സെക്ടർ പിയിനേക്കാളും പി റേഷ്യോ പൊതുവേ കുറവാണ്. സെക്ടർ പി വിനേക്കാളും കുറവാണ്. ഡിവിഡൻഡിൽ കൂടുതൽ തരുന്നുണ്ട് സെക്ടർ ഡിവിഡൻഡിനേക്കാളും. ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. ഇനി നമുക്ക് റവന്യൂ കൂടി ഓരോ വർഷം കഴിയുമ്പോൾ 2022 കൂടി 2023 വരുമ്പോൾ കൂടി. നമുക്ക് പ്രോഫിറ്റ് എന്താണ്? പ്രോഫിറ്റ് കുറച്ച് കുറയുവാണ് ചെയ്തത്, അതിനുശേഷം വീണ്ടും കൂടുവാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതെല്ലാം നമുക്ക് മോശമില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് കൂടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്, റവന്യൂ കൂടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഡീറ്റെയിൽഡ് ഹോൾഡിങ്സിൻ്റെ അതിട്ട് വരുവാണെങ്കിൽ നമുക്ക് പ്രൊമോട്ടർ ഹോൾഡിംഗ് ഒന്നും കാണുന്നില്ല. അപ്പോൾ അതൊരു കുറച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. ബാക്കി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലും മ്യൂച്വൽ ഫണ്ടിൻ്റെ കയ്യിലും ഡൊമസ്റ്റിക്കിൻ്റെ കയ്യിലും എല്ലാവരുടെയും കയ്യിലുണ്ട്. റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ കുറച്ച് കൂടുതൽ പ്ലെഡ്ജ്ഡ് പോർഷൻ ഉണ്ട്. അപ്പം ഇത് കുറച്ച് നെഗറ്റീവായിട്ടുള്ളതാണ് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം. ബാക്കി ഓവറോൾ ഓക്കെയാണ്. റിസ്ക് വളരെ കുറവാണ്. നമുക്ക് ലോ റിസ്ക് കാറ്റഗറിയാണ്, ലാർജ് ക്യാപ്പാണ്, സെക്ടറിലെ നമ്പർ 1 ഏറ്റവും വലിയ ഭീമനായിട്ടുള്ള കമ്പനിയാണ്. നമുക്കിനി ഇതിൻ്റെ ഫോർകാസ്റ്റിലേക്ക് നമുക്ക് പോകാം. ഫോർകാസ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ എന്താണ് കാണാൻ സാധിക്കുന്നത്? നമുക്ക് പ്രൈസ് മിനിമം ഒരു 17% ഉയരാൻ, ഒരു ആവറേജ് ഉയരാൻ നിൽക്കാനൊരു പോസിബിലിറ്റി ഉണ്ട്. അത് മാർക്കറ്റും കൂടെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 30% പോകാം. അതല്ല മാർക്കറ്റ് താഴോട്ട് വരുവാണെങ്കിൽ ഒരു പക്ഷേ ഈ സ്റ്റോക്കും താഴോട്ട് വരാം 16% എന്ന ഏകദേശം ഒരു ആവറേജിലേക്ക് വരാൻ സാധിക്കുന്നു. എന്നാലും നമ്മുടെ പ്രൈസ് പോസിറ്റീവായിട്ടുള്ള റിട്ടേൺ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് റവന്യൂ എന്താണ്? കൊള്ളാം. റവന്യൂ വീണ്ടും കൂടി അടുത്ത വർഷവും നമ്മൾ ക്ലിയർ ആയിട്ട് ലോയിലും മീഡിയത്തിലും ഹൈയിലും എല്ലായിടത്തും പോസിറ്റീവായിട്ടുള്ളൊരു സംഖ്യകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഏണിങ്സിലേക്ക് വരുമ്പം വീണ്ടും അതിമനോഹരമായിട്ടുള്ളൊരു ഏണിങ്സ് ഫോർകാസ്റ്റിംഗ് കാണുന്നു. പ്ലസ് നമുക്ക് 19% വരെ മീഡിയം, കഴിഞ്ഞ പ്രോഫിറ്റിനേക്കാളും 19% മുകളിലേക്ക് പ്രോഫിറ്റ് കൂടാൻ, കമ്പനി പ്രോഫിറ്റബിൾ ആകാനുള്ള സാധ്യതകളുണ്ട്. അതാണ് പ്രോഫിറ്റബിലിറ്റി ഹൈ ആയിട്ടുള്ള കമ്പനിയാണ്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു സ്റ്റോക്കിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റോക്കിലേക്ക് വന്നിട്ടുണ്ട്. ITC ലിമിറ്റഡ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ലോങ് ടൈമിലേക്ക് സ്റ്റോക്കിലോ മ്യൂച്വൽ ഫണ്ടിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് അപ്സ്റ്റോക്സിൻ്റെ ബ്രോക്കറാണ്. അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കിയുള്ള വീഡിയോ ലിങ്ക് താഴെയുണ്ട്. അപ്സ്റ്റോക്സിൽ അക്കൗണ്ട് നിങ്ങൾ താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്സ്റ്റോക്സിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ആ ലിങ്ക് ഉപയോഗിച്ചിട്ടാണ് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറേ കണ്ടൻസ്, വാല്യുബിൾ ആയിട്ടുള്ള പ്രീമിയം മെത്തേഡ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ETF-ലും കാര്യങ്ങളൊക്കെ സ്വിംഗ് ട്രേഡിങ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ചെക്ക് ചെയ്യുക, അവിടെ വന്ന് മെസ്സേജ് അയക്കുക, കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വളരെ എഫോർട്ട് എടുത്തിട്ടാണ് 1/1 ആയിട്ട് ഓരോ വീഡിയോസും ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ വലിയൊരു ടൈം ഫ്രെയിമിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ നമുക്കിവിടെ ഡ്രോ ചെയ്യാൻ പറ്റുന്നുണ്ട് ITC ലിമിറ്റഡിൽ. അപ്പം നമുക്ക് ഇവിടെ ഈ ഒരു റീജിയനിൽ നിന്നും മൾട്ടിപ്പിൾ ടൈം സപ്പോർട്ട് എടുത്ത് പിന്നെ കോവിഡ് ക്രാഷിൽ ഇത് താഴെ പോയി ആ ട്രെൻഡ് ലൈനിന് താഴെ. അതിനുശേഷം ഇവിടെ തിരിച്ചു വന്നപ്പോഴും അവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും സപ്പോർട്ട് എടുത്ത് വീണ്ടും ആ ഒരു സപ്പോർട്ട് ട്രെൻഡിലേക്ക് വരുന്നുണ്ട്. അപ്പം ആ ഒരു ട്രെൻഡ് ലൈന് അത് നല്ല രീതിയിൽ വർക്കൗട്ട് ആകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്തത്. അപ്പം ആ ഒരു ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് ഇത് 400 ലെവലിൽ നല്ലൊരു സപ്പോർട്ട് റീജിയനാണ്. അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് 420 ആ ഒരു റീജിയനിൽ വീണ്ടും ഒരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതകളുണ്ട്. ഈ ഒരു സോണിൽ നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 60 രൂപ ഡിസ്കൗണ്ടിലാണ്, 520-530 വരെ പോയ സ്റ്റോക്കാണ്. നമുക്ക് നല്ലൊരു ഡിസ്കൗണ്ടിൽ ഒരു 70-80 രൂപ, 70 രൂപ സംതിങ് ഡിസ്കൗണ്ടിലാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു റീജിയൻ ഹൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇതിൻ്റെ ഓൾ ടൈം ഹൈ ആണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു 20% ഷോർട്ട് ടൈമിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മുമ്പോട്ട് പോകാം. അതല്ല വീണ്ടും ആവറേജ് ചെയ്ത് കൈ പിടിക്കാനാണെങ്കിൽ നമുക്ക് താഴെയുള്ള ലെവൽസ് നമുക്ക് വീണ്ടും കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ലോങ് ടൈമിലേക്ക്. ഓക്കെ, നമുക്കിതിൻ്റെ ഫണ്ടമെൻറ്റൽസ് ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് FMCG സെക്ടറിൽ വരുന്നതാണ്. അപ്പം നമുക്ക് ടൊബാക്കോ, കൺസ്ട്രക്ഷൻ ഇതിൻ്റെ അകത്താണ്, പ്രൊഡക്ഷൻ്റെ അകത്താണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ലാർജ് ക്യാപ്പാണ്, ലോ റിസ്ക് ആണ്. നമുക്ക് 1 ഇയറിൽ നമുക്ക് റിട്ടേൺ ഒന്നും തന്നിട്ടില്ല. 5 ഇയറിൽ നമുക്ക് മോശമില്ലാത്ത ഒരു റിട്ടേൺ അത്രയാണ് തന്നിട്ടുള്ളൂ, 96%. മാക്സിമത്തിൽ അതിമനോഹരമായിട്ടുള്ള റിട്ടേൺ തന്നിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഹൈ ആണ്, ഗുഡ്, ലോ ഇതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. സെക്ടർ പിന്നേക്കാളും PE കുറവാണ്, PB കുറവാണ്. ഡിവിഡൻഡിൽ അതിമനോഹരമായിട്ടുള്ള ഡിവിഡൻഡിൽ കമ്പനി തരുന്നുണ്ട്. നമുക്കിതിൻ്റെ റവന്യൂ നോക്കുവാണെങ്കിൽ 3 വർഷം അതിമനോഹരമായിട്ടുള്ള റവന്യൂ, അതിനുശേഷം ഒരേപോലെയുള്ള റവന്യൂ ഗ്രോത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. പ്രോഫിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊമോട്ടറിൻ്റെ കയ്യിൽ ഹോൾഡിംഗ് പാറ്റേൺ ഇല്ല.
ബട്ട് ബാക്കി നമുക്കിവിടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ കൂടുതലുണ്ട്, ഡൊമസ്റ്റിക് മ്യൂച്വൽ ഫണ്ട്. അപ്പം പ്രൊമോട്ടറിൻ്റെ കയ്യിൽ ഇല്ലാത്ത ചെറിയൊരു നെഗറ്റീവാണ്. ഉള്ളതാണെങ്കിൽ നല്ലതാണ്. ഒരു 40, 50, 60, 70% ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഓക്കെ, എങ്കിലും റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ കുറവാണ്. കാരണം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ അത് വാങ്ങി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഫോർകാസ്റ്റിലേക്ക് പോകാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഓർത്തിരിക്കുക, നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിംഗ് പഠിക്കാനുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ കോഴ്സ് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു പ്ലേലിസ്റ്റായിട്ട്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വീഡിയോസ് നിങ്ങൾക്ക് ചാനലിൽ ലഭിക്കും. തീർച്ചയായിട്ടും ഈ വീഡിയോസൊക്കെ പ്രീമിയം സ്ട്രാറ്റജി കാറ്റഗറിയിൽ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസാണ്. കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അത് നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റിൽ അപ്ലൈ ചെയ്ത് മോശമില്ലാത്ത റിട്ടേൺ നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല, എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് വീഡിയോ ചെയ്യുന്നത്. ഒരിക്കലും റെക്കമെൻഡേഷൻ കാര്യങ്ങളൊന്നുമല്ല. സ്റ്റോക്കിൽ എൻട്രി എടുത്തതിന് ശേഷം സ്റ്റോക്ക് താഴോട്ട് പോയി ഒരാഴ്ച കഴിയുമ്പോഴത്തേനും മൈനസിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് മോശമാണെന്ന് പറഞ്ഞ് എക്സിറ്റ് ആവുന്നവർക്കുള്ള മെത്തേഡല്ല ഞാൻ ഈ പറയുന്നത്. എൻട്രി എടുത്തതിന് ശേഷം ഒന്നുകിൽ 6, 8, 10 മാസം അല്ലെങ്കിൽ 1, 2 വർഷത്തിലേക്ക് ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു 20-30% റിട്ടേൺ ഓൾ ടൈം ഹൈയിൽ എത്തിക്കഴിഞ്ഞാൽ എക്സിറ്റ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതെല്ലാം ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിട്ടേൺ തരാൻ പൊട്ടൻഷ്യലുള്ള സ്റ്റോക്കുകളാണ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൈസ് ഇവിടെ എത്രയാണ് കാണാൻ സാധിക്കുന്നത്? മിനിമം ഒരു 20% വരെ ഗ്രോത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ റവന്യൂയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് റവന്യൂ ഒരു ഈക്വലാണ്. ഏകദേശം മോശമില്ലാത്ത റവന്യൂ ആ ഒരു റേഞ്ചിലും തന്നെ നിൽക്കാൻ സാധ്യതയുണ്ട്. ഏണിങ്സ് ഇവിടെ കൂടാനുള്ള സാധ്യതകളുണ്ട്. ഇനി അപ്പോൾ നമുക്ക് പ്രോഫിറ്റബിൾ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പേഴ്സണലി ഞാൻ ITC റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇൻവെസ്റ്റ് ചെയ്യാൻ. നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ടൊബാക്കോ റിലേറ്റഡ് ആയിട്ടൊരു കമ്പനി ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഇൻഡസ്ട്രി ഇഷ്ടപ്പെടാത്ത കമ്പനി ആയതുകൊണ്ട് ഞാൻ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ കമ്പനീൻ്റെ ഡീറ്റെയിൽസ് മാത്രം പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. വീഡിയോ കുറച്ച് ലെങ്ത് ആയിപ്പോയി. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. മാർക്കറ്റ് ഒരു ഡിപ്പിലാണ്. ഒരുപക്ഷേ ഇനിയും ഡിപ്പിലേക്ക് വരാം. അപ്പോൾ ആ ഒരു ഡിപ്പിൽ നിങ്ങൾക്ക് വീണ്ടും സ്റ്റോക്ക് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ക്യാപിറ്റൽ ബാക്കി ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഒറ്റയടിക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കുറേശ്ശെ എമൗണ്ട് മാത്രം ഇട്ട് നല്ല മൂവ്മെൻറ്റ്സ് അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.